ഏതെങ്കിലും ദുഷ്ടനായ ലോറിക്കാരന് അമ്മാവൻ പണം കൊടുത്തുകൊണ്ട് സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അയാള് ലോറി കൊണ്ടുവന്ന് ബൈക്കിലിടിച്ചതായിക്കൂടെ? അതും തള്ളിക്കളയാനാവില്ല കണ്ണേട്ടാ. ആ ലോറി ഇടിപ്പിച്ചവൻ ഇപ്പൊ എവിടെ ഉണ്ടാവും? എന്നെങ്കിലും എന്റെ അച്ഛന്റെ ജീവനെടുത്ത് ആ ലോറി കണ്ടുമുട്ടണമെന്നാ എന്റെ പ്രാർത്ഥന. ഇപ്പൊ കണ്ണേട്ടന് നടക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ, പിന്നെന്തിനാ അതേപ്പറ്റിയൊക്കെ ആലോചിക്കുന്നേ? ആലോചിക്കാതെ പറ്റില്ലടോ. ഇപ്പൊ നടക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ മരിച്ചുപോയ എന്റെ അച്ഛനെ ഇനി തിരികെ കിട്ടുമോ? ലോറി തട്ടിയിട്ട് ബൈക്കിൽ നിന്ന് ദൂരെ തെറിച്ചു വീണ് പിടയുന്ന എന്റെ അച്ഛൻ ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. അത് ഞാനൊരു ഞെട്ടലോടെ ഇപ്പോഴും ഓർക്കുന്നത്. അതെ, വന്നിട്ടുണ്ട് അമ്മ കൂട്ടിക്കൊണ്ടു പോവാൻ. വരുന്നോ? എന്നെ കണ്ടപ്പോ എവിടെയാടാ എന്റെ മോളെന്നാ ചോദിച്ചേ. അതെ, ഇപ്പൊ വേണമെങ്കിലേ എനിക്ക് ഡിമാൻഡ് ചെയ്യാം, സാഗരേട്ടനും കൂടെ വന്നാലേ ഞാൻ വരുമെന്ന്. അവരുടെ മനസ്സിലിരിപ്പ് അറിയാൻ വേണ്ടിയിട്ടല്ലേ നമ്മളിപ്പോ ഇങ്ങനൊരു നാടകം കളിക്കുന്നത്. പിന്നെ അങ്ങനൊരു വാശി പിടിക്കേണ്ട കാര്യം എന്താ? ഏതായാലും ഏട്ടത്തിയുടെ ഏട്ടന്റെയും കൂടെ കുറച്ച് സമയം ചെലവഴിക്കാന്ന് കരുതിയാ ഞാൻ പോകുന്നേ. അല്ലാതെ അമ്മയും ഉണ്ണിയേട്ടനെയും കരുണേടത്തെയും കാണാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല. പിന്നെ കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ട് നിന്നെ കൊണ്ട് എന്തെങ്കിലും കഴിപ്പിക്കുകയും കുടിപ്പിക്കുകയും ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാ. അത് തന്നെയാണ് നിന്റെ ഏട്ടന്റെയും ഏട്ടത്തിയുടെയും കണക്കുകൂട്ടൽ. പക്ഷെ എനിക്കൊപ്പം വന്ന മോളിനി ജീവിച്ചിരിക്കണ്ട എന്ന് അവർക്കൊരു തോന്നലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്വന്തം മകളാണെന്ന് പോലും നോക്കാതെ നിന്നെ അവര് കൊല്ലാൻ നോക്കും. അതൊക്കെ എനിക്ക് അറിയാം സാഗരേട്ടാ. പിന്നെ എന്നെ എന്തായാലും കൊല്ലുമെന്ന് തോന്നില്ല. എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് കരുതി അതിനെ കളയാൻ വേണ്ടിട്ട് തന്നെയാ ഇപ്പൊ ഈ വിളിച്ചോണ്ട് പോകുന്നെ. നമുക്ക് വേണ്ടത് കണ്ണൻ സാറിനെയും നിന്റെ ഏട്ടത്തിയോ. അവരുടെ സ്വഭാവം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയതാ. അവര് നമ്മളോടുള്ള ദേഷ്യമൊക്കെ കളഞ്ഞിട്ട് ഇപ്പോൾ സ്നേഹിക്കാൻ തുടങ്ങി. അത് ജീവിതത്തിലൊരു മുതൽക്കൂട്ടായി. നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും നിനക്ക് നിന്റെ കണ്ണേടനും ഏട്ടത്തിയും മാത്രമേ കാണൂ. അതിന് സാഗരേട്ടന് എന്ത് സംഭവിക്കാനാ? ഇപ്പോഴും കൊലക്കത്തിയുമായിട്ട് പിന്നാലെയുണ്ട് മേഘൻ. അവനിപ്പോ ജയിലിൽ കിടന്നിട്ട് പുറത്തിറങ്ങിയവനാ. അതിൻ്റെ ഒരു ദേഷ്യവും അതിലുപരി ധൈര്യവും കാണും. ഇനിയൊരു ജയിൽവാസം ഉണ്ടായാലും എന്നെ കൊല്ലണമെന്നൊരു ചിന്ത ഉറപ്പായിട്ടും ഉണ്ടാവും മഞ്ജു. ആ കൊലയാളിയുടെ എല്ലാ സ്വഭാവവും ഇപ്പൊ എന്റെ അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അവന് കല്യാണത്തിന് മുമ്പ് ഒരു പെൺകുട്ടിയായിട്ട് ബന്ധമുണ്ടായിരുന്നെന്നും അതിലൊരു കുഞ്ഞുണ്ടായിരുന്നെന്നും ഒക്കെ അമ്മയും എന്റെ ഇളയ ആങ്ങളെയും തിരിച്ചറിഞ്ഞതാ. എന്നിട്ടും മേഘനോട് ദേഷ്യമൊന്നുമില്ല. അതിനു വേണ്ടിട്ടാ ഇപ്പൊ എന്നെ വിളിച്ചോണ്ട് പോകുന്നെ. നിന്റെ വയറ്റില് കുഞ്ഞില്ലാന്നുള്ള സത്യം അവരാരും ഉടനെ തിരിച്ചറിയണ്ട. അങ്ങനെയെങ്കിലും മേഘൻ നിന്നെ മറക്കുന്നെങ്കിൽ മറക്കട്ടെ. ഞാൻ പോയിട്ട് വരാം സാഗരേട്ടാ. സൂക്ഷിക്കണേ മഞ്ജു. കണ്ണേട്ടന്റെ ഏട്ടത്തിയുടെ അരികിലേക്കല്ലേ ഞാൻ പോകുന്നെ. അതുകൊണ്ട് ഇതുപോലെ തന്നെ ഞാൻ തിരിച്ചു വന്നിരിക്കും. താമ്പാ.
ആ പോവാം. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ശേഷം ആദ്യമായിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് വരുമല്ലേ, അപ്പോ സാഗരേട്ടനെയും കൂടെ കൂട്ടിയാലോ അമ്മേ? നേരത്തെ ഇവനോട് ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ട്. നീ ഇവനുമായി ജീവിച്ചു തുടങ്ങിയ ശേഷം ആദ്യമായിട്ടല്ല വീട്ടിലേക്ക് വരുന്നത്. ഇവൻ ലോക്കപ്പിൽ കിടന്നപ്പോ കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് നീ ഒരു ദിവസം വീട്ടിലേക്ക് വന്നില്ലേ? ഓ, പറഞ്ഞ പോലെ ശരിയാണല്ലോ. അന്ന് സാഗരേട്ടൻ ലോക്കപ്പിലായിരുന്നല്ലോ, അതുകൊണ്ട് ഒന്നിച്ചു വരാൻ പറ്റില്ലല്ലോ. ഞാൻ എന്റെ മോളെ വിളിക്കാനാ വന്നത്. ഇത് അമ്മയുടെ മരുമോനാ. ഞാൻ അംഗീകരിച്ചിട്ടില്ല. എന്റെ ഭർത്താവിനെ അംഗീകരിക്കാത്ത ആൾക്കാരുടെ അരികിലേക്ക് ഞാൻ വരണോ? ഇതൊക്കെ നീ നേരത്തെ നിന്നെ വിളിക്കാൻ വന്നപ്പോ പറയാത്തതെന്താ? ഇന്ന് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ വരുമെന്നാണല്ലോ പറഞ്ഞത്. അമ്മ എന്തിനാ അമ്മേ എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത്? എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞിട്ടല്ലേ? ആ കുഞ്ഞെ സാഗരേട്ടന്റെ കുഞ്ഞാ. അല്ല, ആ കുഞ്ഞെ എന്റെ മോളുടെ കുഞ്ഞാ. മഞ്ജു, ഇനിയിപ്പോ നമ്മുടെ കുഞ്ഞ് എന്റേതല്ലാന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിനക്ക് മാത്രം അങ്ങനൊരു വിശ്വാസം ഉണ്ടായാൽ മതി. ഇവൻ ഭയങ്കരമായിട്ട് ആദർശം പറയുന്ന കൂട്ടത്തിലാ. അതുകൊണ്ടാ അന്യന്റെ ഭാര്യയെ കട്ടോണ്ട് പോയത്. എന്നെ സാഗരേട്ടൻ കട്ടോണ്ട് പോയതൊന്നും അല്ല. ഞാൻ എന്റെ ഇഷ്ടപ്രകാരം സാഗരേട്ടനോടൊപ്പം ഇറങ്ങി വന്നതാ. ഏത് നശിച്ച സമയത്താണോ എന്തോ ഇവക്ക് ഇങ്ങനെ ഒരു ദുർബുദ്ധി തോന്നിയത്. അമ്മേ, എന്നെ അമ്മ വിളിച്ചോണ്ട് പോകുന്നത് എന്റെ അവസ്ഥ അറിഞ്ഞിട്ടാ. ഇനി വീട്ടിലെത്തിയ ശേഷം ഇതേപോലൊന്നും സംസാരിക്കരുത്. എന്റെ മനസ്സ് നോവുന്ന വാക്കുകളൊന്നും എനിക്ക് ഈ സമയത്ത് കേൾക്കണ്ട. മോളെ, ഇവൻ അടുത്തുള്ളപ്പോഴേ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കത്തുള്ളൂ മോളെ. എന്ന് വെച്ചാ നീ എന്റെ ഒരേ ഒരു മോളല്ലേ? ആ മോളെ രാവണനെ പോലെ ഒരുത്തൻ കട്ടോണ്ട് പോയാ അതെനിക്ക് സഹിക്കാൻ പറ്റുമോ? മകളെ കട്ടോണ്ട് പോയ ആള് അവളെ നന്നായിട്ട് സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അയാളെ കുറ്റപ്പെടുത്താതിരിക്കാ വേണ്ടത്. മരുമകനെ അംഗീകരിക്കാ വേണ്ടത്. മോളെ, ഈ ജന്മം എനിക്ക് ഇവനെ അംഗീകരിക്കാൻ പറ്റില്ല മോളെ. മഞ്ജു, വെറുതെ തർക്കിക്കാതെ അമ്മയുടെ കൂടെ പോവാൻ നോക്ക്. അമ്മയോ? ആരുടെ അമ്മ? അമ്മ മഞ്ജുവിന്റെ അമ്മയല്ലേ? അതെ, ഞാൻ ഇവളുടെ അമ്മയാ. പക്ഷേ നീ എന്നെ അമ്മേ ഗിമ്മേന്നൊന്നും വിളിക്കണ്ട. ചെല്ലു മഞ്ജു. പോവാ. തിരിച്ചു വന്ന ശേഷം നിന്റെ കൂടെ ഇവള് ജീവിക്കാൻ ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞാണ് കാരണമെങ്കിൽ ആ കുഞ്ഞ് ഇന്നാവിയായി പോവടാ. കൊണ്ടുപോകുന്ന പോലെ തിരിച്ചു വിടണേ? ഇല്ലടാ, ഞാനേ എന്റെ മോളെ വിഴുങ്ങാനായിട്ടാ കൊണ്ടുപോന്നെ. തിരിച്ചു വരുമ്പോഴേ എന്റെ വയറ് കീറി ഇവളെ എടുക്കണം, നിനക്ക് കാണണമെങ്കിൽ. അമ്മേ, എന്റെ വീട്ടിലോട്ട് വന്നിട്ട് എന്റെ സാഗരേട്ടനെ കൊച്ചാക്കുന്ന രീതിയിൽ സംസാരിക്കരുത്. എന്നാലേ ഇവനോട് മിണ്ടാതിരിക്കാൻ പറമോളെ. അതിന് പറയാൻ പാടില്ലാത്തൊന്നും അല്ലല്ലോ സാഗരേട്ടൻ പറഞ്ഞത്. ആ, കേറ്.
എന്താ വാടാ ആലോചിച്ച് കൂട്ടുന്നേ? മണ്ടൻ തലയ്ക്കകത്ത് അടി ഇടിയും തൊഴിയും കൊള്ളുന്ന എന്തെങ്കിലും ഐഡിയ ആണോടാ? ഇന്നത്തോടെ കലങ്ങും അവളുടെ വയറ്റിനകത്തുള്ള കുഞ്ഞ്. എന്നെ ചതച്ചിട്ട് പോയ അവളുടെ കുഞ്ഞ് കലങ്ങിയിട്ട് പിന്നെ തിരിച്ചു വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞ് നടക്കുക. നാണമില്ലാത്തൊരുത്തൻ. യവനെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? അവളെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് യവന്റെ ചോരയിൽ ഒരു കുട്ടി ജനിച്ചു. യവന്റെ സ്വന്തം കുഞ്ഞ്. അതുകൊണ്ട് എന്താ ഇപ്പൊ അമ്മയ്ക്കും കുഞ്ഞിനും ഇവൻ ചെലവിന് കൊടുത്തോണ്ടിരിക്കുവല്ലേ? എടാ, കൃത്യമായിട്ട് പൈസ കൊടുക്കണേ, അല്ലെങ്കിൽ വീണ്ടും നീ അകത്താവും. ഇതൊക്കെ ഒന്ന് കഴിയട്ടെ. കഴിഞ്ഞിട്ട് വേണം എനിക്ക് അവളുടെ ഉയിരെടുക്കാൻ. എടാ, അവളുടെ മഞ്ജുവിന്റെ ഒക്കെ സംരക്ഷണം ഒരർത്ഥത്തിൽ ഏറ്റെടുത്തിരിക്കുന്ന മാർക്കോയാ. അവൻ ചില്ലറ പുള്ളിയല്ലെന്ന് ഞങ്ങളെക്കാളും നന്നായിട്ട് നിനക്കറിയാം. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ മുന്നോട്ട് പോയില്ലെങ്കിൽ നിനക്ക് ഈ നാട്ടിൽ പോലും ജീവിക്കാൻ പറ്റത്തില്ല. അവനേക്കാൾ നീളവും വണ്ണോ നിനക്കുണ്ട്, പക്ഷേ ആരോഗ്യം ബുദ്ധി അവനാ. അതോർമ്മ വേണം. അച്ഛാ, അവനൊരു കുഴപ്പമുണ്ട്. അവനെ ഇരട്ടച്ചങ്കന. ബോംബ് ഒളിപ്പിച്ചിട്ട് അങ്ങോട്ട് വിളിച്ചാലും അവൻ അങ്ങോട്ട് വരും, അത് പൊട്ടിത്തെറിച്ച് മരിക്കാൻ. അങ്ങനെയുള്ളവനെ കൊല്ലാൻ എളുപ്പമല്ല ചാ. അങ്ങനെയുള്ളവര് കൊല്ലാനും മിടുക്കന്മാരായിരിക്കും. അതും കൂടെ ഓർമ്മ വേണം. ഇതുവരെ അവന്റെ രോമത്തിൽ പോലും തൊടാൻ നിനക്കൊന്നും ആയിട്ടില്ല. കൈ തോക്കുണ്ടായിട്ട് അതുപോലും അവന്റെ നേരെ മര്യാദക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടാ വെറുതെ വാചകടിക്കുന്നത്. പിന്നെ ഇനി നിന്റെ ഭാഗത്തും തെറ്റുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നീ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നതാടാ മോനെ നല്ലത്. ഇവിടെയൊക്കെയാണ് എന്റെ അപ്പച്ചിക്ക് നന്ദി പറയേണ്ടത്. കല്യാണത്തിന് മുമ്പ് എനിക്കൊരു ബന്ധം ഉണ്ടായിരുന്നെന്നും അതിലൊരു കുഞ്ഞുണ്ടായിരുന്നു എന്ന് അറിഞ്ഞിട്ട് പോലും അപ്പച്ചി എന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഇപ്പോഴും അവരുടെ ആഗ്രഹം അവരുടെ മോളെ ഞാൻ കൂട്ടിക്കൊണ്ട് വരണമെന്നാ. അതിന്റെ പേരാണ് സ്നേഹം. അത് സ്നേഹം അല്ലടാ. അവള് ഊരും പേരും ഇല്ലാത്ത ഒരുത്തനൊപ്പം പോയ ശേഷം അവളുടെ സകല മാനവും പോയി. ഇനി അത് എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാനാ അവള് നോക്കുന്നത്. നോക്കി നോക്കി അവസാനം അവളും മഞ്ജുവിനെ സ്നേഹിച്ചു തുടങ്ങുന്നു പറയാൻ പറ്റത്തില്ല. എത്രയൊക്കെ ആയാലും സ്വന്തം മോളാ. അത് ഓർമ്മ വേണം എല്ലാവർക്കും. എന്തായാലും രണ്ടും കെട്ട് ഞാൻ ജീവിക്കില്ലമ്മേ. ഒന്നുകിൽ ആണായിട്ട് തലയെടുപ്പോടെ തൻ്റെ അടുത്തോടെ ഞാൻ ജീവിക്കും, അതല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളോട് തല്ലി അങ്ങ് തീരും. മോളെ, ഇവിടുന്ന് നീ പോയിട്ട് എത്ര നാളായെന്നറിയോ? സത്യം പറഞ്ഞാ അതിനുശേഷം നിന്നോട് എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നെങ്കിലും അതിനിരട്ടി വിഷമമായിരുന്നു മോളെ നിന്നെ കാണാത്തതില്. മോള് വന്നല്ലോ. ഈശ്വരാ, ഇതെങ്ങോട്ട് പോവാ? അല്ല, അത് ഞാൻ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങല്ലേ കണ്ണേട്ടാ.
ആരെങ്കിലും കണ്ട അവിടെ തീരും അഭിനയൊക്കെ. എല്ലാരും താഴെയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത്. മഞ്ജുവിന്റെ അമ്മ അവളെയും കൊണ്ട് വന്നിട്ടുണ്ട്. ഓ, എത്തിയോ? എന്നാ താൻ താഴോട്ടേയില്ല, ഞാൻ മുറിയിരിക്കാം. അമ്മ മോളെ വിളിച്ചോണ്ട് വന്നല്ലേ കുഞ്ഞിനെ കളയാൻ. മനസ്സിനകത്ത് വിഷമുള്ളവരുടെ കൂടെ ജീവിക്കുമ്പോ എല്ലാവരും ഇങ്ങനെ അഭിനയിക്കേണ്ടി വരും. ഇപ്പോ മഞ്ജു അത് തന്നെയല്ലേ ചെയ്യുന്നേ. അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞിട്ട് അതിനെ കളയാനാണ് അവളുടെ അമ്മ അവളെ കൂട്ടിക്കൊണ്ട് വന്നതെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത ഒരു കുഞ്ഞിനോട് പോലും അവളുടെ അമ്മയ്ക്ക് ദയയില്ല മഹി. അങ്ങനെ ഒരു സ്ത്രീയെ അമ്മയെന്ന് വിളിച്ചതില് ഇപ്പോഴും വിളിക്കേണ്ടി വരുന്നതില് എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല കണ്ണേട്ടാ. ഇനി അവരുടെ സ്വഭാവം മാറ്റിയെടുക്കാൻ ദൈവത്തിന് പോലും കഴിയില്ല. മോള് വാ. ആ, അമ്മമാർക്ക് മക്കളെ ഒരിക്കലും വെറുക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങളൊക്കെ വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ടും പോയി വിളിച്ചു അല്ലേ? പോട്ടെ മോളെ, ഇവളുടെ വയറ്റില് ഒരു കുഞ്ഞുള്ളതല്ലേ. ആ കുഞ്ഞ് ആരുടെയാന്ന് അമ്മയ്ക്ക് അറിയാലോ. ആരുടെയോ ആയിക്കോട്ടെ, പക്ഷേ കുഞ്ഞു കുഞ്ഞു തന്നെയല്ലേ മോളെ. ഇത് കമലേശ്വരത്തെ തമ്പുരാന്റെ വീടാ. ഇവിടെ നിന്നിട്ട് ആരൊക്കെ ഇങ്ങോട്ടേക്ക് വരണം വരണ്ടെന്നൊക്കെ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ എന്താന്ന് വെച്ചാ ആയിക്കോ. മഞ്ജു എടുത്തി എന്റെ മോൾക്ക് വിശേഷമുണ്ടെന്നറിഞ്ഞ് ഞാൻ കൂട്ടിക്കൊണ്ടു വന്നതാ. നന്നായി. അമ്മയ്ക്കും മകൾക്കിടയിലെ മഞ്ഞുരുകിയല്ലോ. ഇവള് കാണിച്ചൊന്നും മറക്കാൻ പറ്റില്ല. പിന്നെ ഇവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, അതിനോട് വെറുപ്പ് കാണിക്കാൻ. ഏട്ടൻ മോളിലല്ലേ എടുത്തി? ആ ഉണ്ട്. ഞാനേ ഒന്ന് കണ്ടിട്ട് വരട്ടെ. എടുത്തി വാ. മോളെ, നീ കൂടുതൽ കടുപ്പിക്കണ്ട. എങ്കിലും അവളോട് സ്നേഹത്തോടെ പെരുമാറാൻ പറ്റില്ലല്ലോ അമ്മേ. ഞാൻ ഈ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുന്നതാ നല്ലത്. ഏട്ടനും ഏട്ടത്തി അവളെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി സഹായിച്ചുകൂടെ തുടങ്ങാതിരുന്നാ കൊള്ളാം. അവന് സന്തോഷായി കാണും സാഗറിന്. ഇവളെ മുന്നിൽ നിർത്തി പൈസ ഉണ്ടാക്കാനാണല്ലോ അവളെ മയക്കിയെടുത്തോണ്ട് പോയത്. അതുകൊണ്ട് തന്നെയാ മോളെ അവന്റെ കുഞ്ഞ് അവളുടെ വയറ്റില് വേണ്ടാന്ന് ഞാനങ്ങ് ഉറപ്പിച്ചത്.